കൂട്ടുകാരെ, ഇറ്റ്സ് മീ ആര്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പൊങ്കാല ദിവസത്തെ തലേന്നത്തെ വീഡിയോ കേട്ടോ. നമ്മൾ സാധനം മേടിക്കാൻ പോയാണ്, പൊങ്കാല സാധനങ്ങൾ. ഇത് നമ്മൾ പന്തളം ജംഗ്ഷനാണ് കേട്ടോ. വലത്തോട്ട് പോകുന്നിടത്തോട്ട് നമ്മുടെ വലിയോയ്ക്ക്, അതായത് നമ്മുടെ അയ്യപ്പസ്വാമി ക്ഷേത്രം കേട്ടോ. ഇതാണെങ്കിൽ നമ്മളുടെ സരസ്വതി ക്ഷേത്രമാണ്. അപ്പോൾ നേരെ ഞാനും അമ്മയും അനിയത്തിയും കൂടെ പോയിട്ട്, ഇത് പഴയ സ്റ്റാൻഡാണ് നമ്മുടെ. അപ്പോൾ നേരെ നമ്മൾ പൂജാ സാധനം മേടിക്കാൻ വേണ്ടി കയറാൻ നോക്കിയപ്പോൾ എന്താ ഭയങ്കര ജനങ്ങൾ, ഭയങ്കര തിരക്ക്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ വണ്ടി നിർത്തില്ല, നേരെ നമ്മൾ ചന്തയിലോട്ട് പോയി കേട്ടോ. ചന്തയിൽ പോയിട്ട് നമുക്ക് ദക്ഷിണ വെക്കാൻ വേണ്ടി പാക്കും വെറ്റി എടുക്കണമായിരുന്നു. അപ്പോൾ അത് നല്ലതായിട്ട് നോക്കിയെടുത്തു കേട്ടോ. അവിടെ പിന്നെ അധികം ആളില്ലായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ പൂജക്കടയിൽ വന്നപ്പോൾ എന്താ നമ്മൾ പോയ തിരക്ക് അവിടെ വീണ്ടും ഉണ്ട്. ഒരുപാട് കലവും മൺചട്ടിയും ഒക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഏതെടുക്കണമെന്ന് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ നോക്കിയും കണ്ടും എടുക്കണം കേട്ടോ, പൊങ്കാല ഇടുന്നതല്ലേ. കാരണം ഇത് പൊട്ടിയതാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് പേര് കലങ്ങളെല്ലാം അവിടെ എടുത്തിട്ട് വെള്ളം ഒഴിച്ചൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആയത് നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല നമുക്ക്. അങ്ങനെ ഞങ്ങൾ കുറേ കലങ്ങളൊക്കെ നോക്കി എങ്ങനെയും ഒരു കലം എടുക്കാൻ വേണ്ടി. പക്ഷെ ഭയങ്കര ആൾത്തിരക്കായതുകൊണ്ട് നമുക്ക് ഏതെടുക്കണമെന്നറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. രണ്ട് കടയായിട്ടാണ് അപ്പുറം ഇപ്പുറം. ഞാനും അമ്മയും അപ്പുറത്തും ഇപ്പുറത്തും മാറി നിന്ന കലങ്ങൾ നോക്കി കേട്ടോ. ഏറ്റവും ആദ്യം കയറിയ കടയിൽ നിന്ന് കലം കിട്ടിയില്ല. ഞാൻ തൊട്ടപ്പുറത്ത് കടയിൽ പോയാണ് നമ്മൾ കലം സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ സാധനങ്ങൾ അങ്ങ് വാങ്ങിച്ചു. പൂജയ്ക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി. കുറേ ആൾക്കാർ വീട്ടിലല്ലേ ഇടുന്നത്. അങ്ങനെ എല്ലാം സെറ്റാക്കി നമ്മൾ വാങ്ങിയെടുത്തതിന് ശേഷം തൊട്ടപ്പുറത്തൊരു ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണ് സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും കടയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെല്ലാം കുടിക്കണം. അങ്ങനെ ഞാനൊരു ജ്യൂസും ഒരു വെജിറ്റബിൾ പപ്സൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയി. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ കേട്ടോ. രാവിലെ തന്നെ നമ്മൾ കൊതുമ്പും ചൂട്ടെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് മഞ്ഞൾ വെള്ളമൊക്കെ തളിച്ച് ഇതാക്കി കേട്ടോ. പിന്നെ സാധനങ്ങളെല്ലാം നേരെ എടുത്ത് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വെച്ചു കേട്ടോ. കാരണം 9:30 നമ്മളെല്ലാം റെഡിയാക്കിയതിന് മുന്നേ വെക്കണമല്ലോ. അടുപ്പും വിറകും എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ സൂര്യഭഗവാൻ ഇങ്ങനെ ഉദിച്ച് വന്ന് നിൽപ്പുണ്ട്. അതായത് നമ്മളിടുന്ന നേർക്ക് നേരെ തന്നെയാണ് സൂര്യഭഗവാൻ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ഇതിൻ്റെ 3ാമത്തെ പൊങ്കാലയാണ് കേട്ടോ. 2 വട്ടം നമ്മൾ വീട്ടിലാണ് ഇട്ടത് കേട്ടോ. ഇതിൻ്റെ 3ാമത്തെ പൊങ്കാലയാണ്. പിന്നെ അതിന് ശേഷം ഞാനാണെങ്കിൽ നേരെ പോയിട്ട് പൂക്കളൊക്കെ പിച്ചാൻ നോക്കി കേട്ടോ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചുമന്ന ചെമ്പരത്തിയാണല്ലോ. സത്യം പറഞ്ഞാൽ ചുമന്ന ചെമ്പരത്തി നമ്മുടെ കുടുംബ വീട്ടിൽ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിലുള്ള ചെമ്പരത്തിയും തെറ്റിപ്പൂവും ഒക്കെ പറിച്ച് വെച്ചതിന് ശേഷം അപ്പുറത്തെ വെളിയിൽ മാമൻ്റെ വീട്ടിലോട്ട് പോയി കേട്ടോ. അതായത് റോഡിൽ കൂടെ ഇറങ്ങി പോകണം. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് അവിടെ നിന്ന് ചെമ്പരത്തി പൂ പിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരാളുടെ ഹെൽപ്പിൽ അത് പറിക്കാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ഒറ്റ സൈഡിൽ നിന്ന് വീഡിയോ എടുത്ത് ഞാൻ 2-3 പൂക്കളൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അച്ചു വന്നു കേട്ടോ. അച്ചു അവിടെ നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ എടുത്ത് തരാൻ. അങ്ങനെ അച്ചു പിന്നെ ബാക്കി ഞാൻ പൂ പിച്ചുന്നതായിട്ടുള്ള വീഡിയോസ് അവൾ എനിക്ക് എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആ പൂവം കൊണ്ട് നേരെ നമ്മളെ വീട്ടിലേക്ക് പോകാം കേട്ടോ. എന്നെ ഒരു നിസറ് കടിച്ചു കേട്ടോ, അതാണ് ഞാൻ തൂത്ത് കളഞ്ഞത്. പിന്നെ അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കലത്തിലിങ്ങനെ കോലം വരയ്ക്കുന്നത്. അത് നമ്മുടെ ഭസ്മം ഉണ്ടല്ലോ, അത് ഇങ്ങനെ വെള്ളത്തിൽ ചാലിച്ചിട്ടായിരുന്നു കേട്ടോ. അത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ഞാനങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. എല്ലാ വട്ടവും ജസ്റ്റ് കലം മാത്രം വെച്ചിട്ട്. അപ്പോൾ ഈ വട്ടം ഒരു പുതുമയായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ നേരെ അറിയില്ല, എന്നാൽ പോലും നമ്മളൊന്ന് പരിശ്രമിക്കണമല്ലോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കോലം വരയ്ക്കുന്നത്. എനിക്കും ഒരു സന്തോഷം തോന്നി. കാരണം ഇതെങ്ങനെ ആദ്യം ഞാൻ വീഡിയോ കണ്ടു പഠിച്ചതിന് ശേഷമാണ് ഇത് വരച്ചത് കേട്ടോ. ആദ്യമായിട്ടായോണ്ടേ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അതൊക്കെ വരച്ചു കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിലാണ് കേട്ടോ വരച്ചത്. എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും അമ്മേ നാരായണ, അങ്ങനെ ഞാനത് വരച്ചൊക്കെ നല്ലൊരു റെഡിയാക്കി ഞാൻ എടുത്തു. അവസാനം ഞാനൊരു ഏകദേശം ഞാൻ കണ്ട വീഡിയോ പോലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ അതിന് ശേഷം നമ്മളിങ്ങനെ ആ ഒരു 9:30 വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ധാവണിയാണ് കേട്ടോ എടുത്തത്. അതായത് നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോയതാണ് ഇട്ടത്. പുതിയ ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതേ ഉള്ളൂ എനിക്ക് പുതിയത്. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടായിരുന്നു ഈ വട്ടം പൊങ്കാല ഇട്ടത്. അല്ലെങ്കിൽ കഴിഞ്ഞ 2 പൊങ്കാലയ്ക്ക് ഞാൻ സെറ്റ് കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ ഈ പൊങ്കാല ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ, അങ്ങനെ അതിട്ടിട്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം വരച്ചിങ്ങ് എടുത്തു. എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ പാടാണെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എളുപ്പമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം വരച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ലാസ്റ്റ് ലുക്ക് കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും അത് വരച്ച് വെച്ചതിന് ശേഷം നമ്മൾ കൃത്യം 9:42 നമ്മൾ കലത്തിൽ, അതായത് നമ്മുടെ അടുപ്പിൽ തീ കത്തിക്കുന്ന സമയമാണല്ലോ. അങ്ങനെ ഞാൻ പിന്നെ പോയി നമ്മുടെ ഹാഫ് സാരിയൊക്കെ ഉടുത്ത് വന്നു കേട്ടോ. വന്നിട്ട് ശേഷം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. TV വെച്ചിട്ടുണ്ട് കേട്ടോ. TV-യിൽ ആ ഒരു ടൈം അനുസരിച്ചാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. പിന്നെ അമ്മയും അനിയത്തിയും ഉണ്ട് കേട്ടോ. അമ്മയും അനിയത്തിയും കൂടെ കേട്ടോ എനിക്ക് കലത്തി കെട്ടാനുള്ള പൂവ് കിട്ടിത്തന്നത്, മാല കിട്ടിത്തന്നത്. അത് ചെമ്പരത്തി പൂവും തെറ്റിപ്പൂവും കൂടെ വെച്ചിട്ടാട്ടോ അമ്മയും അനിയത്തിയോടെ കിട്ടിത്തന്നത്. അത് അവസാന നിമിഷം ഞാൻ സത്യം പറഞ്ഞാൽ തലേന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ച മുല്ലപ്പൂ. അത് പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. എന്തോ ഞാൻ വിളക്കൊക്കെ ഒരുക്കുന്ന സമയത്ത് മുന്നേ അമ്മ പെട്ടെന്ന് എനിക്കത് കിട്ടിത്തന്നു. അങ്ങനെ പിന്നെ ഞാൻ വിളക്ക് കത്തിക്കുക കേട്ടോ. ഞാൻ 5 തിരി ഇട്ടാ കേട്ടോ കത്തിച്ച്. നെയ്വിളക്കാണ് അമ്മയ്ക്ക് വേണ്ടി കത്തിച്ചത്.
അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് ഞാൻ ചൂട്ടിൽ, അതായത് തിരി കത്തിച്ച് ഞാൻ അടുപ്പിലേക്ക് തീ പകരും കേട്ടോ. 9:42 കറക്റ്റ് പകർന്നു കേട്ടോ. അങ്ങനെ ഇത് കത്തിച്ചതിന് ശേഷം ഞാൻ എൻ്റെ പൊങ്കാല ഇടാൻ വേണ്ടി അതിൻ്റെ 3ാമത്തെ പൊങ്കാല ഞാൻ തൊഴുത് പ്രാർത്ഥിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് കലത്തിൽ ചൂടാൻ ശേഷം നമ്മൾ അരി ഇടുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ. അങ്ങനെ സൂര്യഭഗവാനെ ഞാൻ ഒന്നുകൂടെ എടുത്ത് വീഡിയോ എന്നിട്ട് ഞാൻ തൊഴുത് പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ. പിന്നീട് ഞാനാണെങ്കിൽ 3 വട്ടം വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അരി ഇങ്ങനെ നമ്മൾ കലത്തിലിങ്ങനെ 3 വട്ടം ഒഴിഞ്ഞിടണം കേട്ടോ. അങ്ങനെ 3 വട്ടം ഒഴിഞ്ഞിട്ടതിന് ശേഷം വീണ്ടും പ്രാർത്ഥിച്ച തിള വരാൻ വേണ്ടി. ഏകദേശം എൻ്റെ ഒരു 10:30, അതായത് 9:42 ഒരു 10:30ക്കുള്ളിൽ എൻ്റെ പൊങ്കാല തിളച്ച് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അമ്മയും എല്ലാവരും കൂടെ നിൽപ്പുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ പൊങ്കാല തിളയ്ക്കാറായി. ഞാൻ 3 സൈഡിലും തീ അങ്ങ് കത്തിച്ചു കേട്ടോ. കാരണം എനിക്കങ്ങ് ടെൻഷനായിരുന്നു. ഞാൻ പിന്നെ അടുത്ത് നിന്നെല്ലാം സത്യം പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. ഞാനപ്പോൾ ചിന്തിച്ച് ഭഗവാനെ, അപ്പോൾ ഈ ആറ്റുകാലിൽ നിൽക്കുന്ന എത്രയോ ജനങ്ങളാണല്ലേ അവർ. സത്യം പറഞ്ഞാൽ സത്യം ഈ വർഷം അവിടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ 3 വട്ടം ഇടണമെന്നായതുകൊണ്ടാണ് നമ്മൾ പോവാഞ്ഞത്. അപ്പോൾ അതൊക്കെ അവരെയൊക്കെ ഓർത്ത് ഞാൻ ഒരു നിമിഷം പിന്നെ ദേവീനെ പ്രാർത്ഥിച്ച് ഞാൻ കുറേ നേരം അവിടെ നിന്നു. പിന്നെ തിള വരാറായപ്പോഴത്തേക്ക് അമ്മയെ വിളിച്ചതാണ് കേട്ടോ. പിന്നെ വേർത്തുകൊണ്ട് ഞാൻ പോയി ജസ്റ്റ് തോർത്തിട്ട് മുഖവും തുടച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ പൊങ്കാലയുടെ അടുത്ത് വന്ന് തൊഴുത് പ്രാർത്ഥിക്കുക കേട്ടോ. അമ്മയെ ദേവി ശരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ. ഞാൻ സത്യം പറഞ്ഞാൽ അമ്മയുടെ മുന്നേ എനിക്ക് സത്യം എന്ത് പറയണമെന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് എൻ്റെ മനസ്സിലുള്ളതെല്ലാം അറിയാം. പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല. ഞാൻ പൊങ്കാല ഇടുന്ന ആ ഒരു ഇതിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ വരെ മറന്നുപോയെന്നാണ് തോന്നുന്നു. എനിക്ക് അറിയില്ല. പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥിച്ച അമ്മയ്ക്ക് അറിയാം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അമ്മ എൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് പൊങ്കാല തിളച്ച് തൂകി ഞാൻ അമ്മയ്ക്ക് വേണ്ടി തയ്യാറാകുന്നത് നമ്മുടെ ശർക്കര പായസം കേട്ടോ. 3 വട്ടവും ഞാൻ ശർക്കര പായസം ഇട്ടു. അങ്ങനെ പിന്നെ ശർക്കരയൊക്കെ ഞാൻ ചെയ്യുക കേട്ടോ. പിച്ചാത്തി എടുത്ത് നമ്മൾ ചെയ്യുക എടുക്കണം കേട്ടോ. അത് വീഡിയോ എടുത്തത് അനിയത്തിയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം പഴവും ശർക്കരയും പഴവും കൂടെ നമ്മൾ തേങ്ങയും ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങയും ഞാൻ അവിടെ വെച്ച് തന്നെ തിരുമുമായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ നമ്മൾ തേങ്ങയും ശർക്കരയും പഴമൊക്കെ നമ്മളിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചത് കേട്ടോ. പൊങ്കാലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ആദ്യം നമ്മൾ ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ പഴമൊക്കെ ഇട്ട് കൊടുത്തു നമ്മുടെ പൊങ്കാലയിലേക്ക് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ നമ്മൾ പൊങ്കാലിലേക്ക് ഇതെല്ലാം അർപ്പിച്ചതിന് ശേഷം ഞാൻ മുന്തിരിങ്ങയും ഏലക്ക കേട്ടോ. ഏലക്ക ഞാൻ പൊടിച്ചില്ല, അതുപോലെ തന്നെ അങ്ങ് ഇട്ടു. ഇതിൽ കശുവണ്ടി ഇടത്തില്ല കേട്ടോ. ചിലരൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ ഞാൻ ഇട്ടില്ല കേട്ടോ. ചുക്ക് അങ്ങനെയുള്ളതൊന്നും ഞാൻ ഇട്ടില്ല. പാൽ അങ്ങനെയൊന്നും ഒഴിച്ചിട്ടില്ല. അങ്ങനെ ശർക്കര എല്ലാം റെഡിയാക്കി. ഇത് നമ്മുടെ പട്ടിക്കുട്ടികളാട്ടോ. ഞാൻ ഇട്ട സമയം തൊട്ട് കൂടെ ഉണ്ട് അവർ കാവലായിട്ട്. കഷ്ടം, അവർ നോക്കുമായിരിക്കും ഞാൻ എന്താ ഈ ചെയ്യുന്നതെന്ന്. അങ്ങനെ അവർ തീരുന്നിടം വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നമ്മുടെ നെയ്യ് ഒഴിക്കണം കേട്ടോ. ആ നെയ്യ് മൊത്തം ഞാൻ ഒഴിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ പൊങ്കാലയൊക്കെ ഏകദേശം റെഡിയായി. ഞാൻ ഇലയൊക്കെ ഇട്ട് മൂടി അടച്ച് വെച്ചു. നെയ്യിരിക്കുന്ന സമയം 2:15 കേട്ടോ. ആ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ആ സമയമായപ്പോൾ നമ്മൾ ടി വിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കർപ്പൂരമൊക്കെ അടുപ്പിലൊക്കെ വെച്ച് കത്തിച്ച് കേട്ടോ. നമ്മൾ സ്വയമാണല്ലോ ഇത് നേദിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ചെയ്യണമെന്നാണ്. അങ്ങനെ ഞാൻ വന്ന് അടയൊക്കെ തുറന്ന് മാറ്റിയതിന് ശേഷം അമ്മയും നാരായണ ദേവിയും നാരായണയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ആറ്റുകാൽ അമ്മയും ധ്യാനിച്ച് ഞാൻ നേരെ തൊഴുത് പ്രാർത്ഥിച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ പോയിട്ട് കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം അതിലേക്ക് 3 വട്ടം തളിച്ച് കൊടുക്കണം കേട്ടോ. പ്രാർത്ഥിച്ചതിന് ശേഷം കേട്ടോ തളിച്ച് കൊടുത്തതേ. അങ്ങനെ ആ സമയമായപ്പോഴത്തേക്ക് ഞാൻ നേദിച്ചു നമ്മുടെ പൊങ്കാലയിലേക്ക് വേണ്ടി. അങ്ങനെ പൊങ്കാലയിലേക്ക് 3 വട്ടം തളിച്ചതിന് ശേഷം പൂക്കൾ അർപ്പിക്കണം കേട്ടോ. ചെമ്പരത്തിപ്പൂവും തെറ്റിപ്പൂവുമായിരുന്നു കേട്ടോ. അത് രണ്ടും ഞാൻ 3 വട്ടം തൊഴുത് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പൊങ്കാലയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ നേദിച്ച 3ാമത്തെ പൊങ്കാല. അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞ് പൊങ്കാല നിലത്തിറക്കി വെച്ച് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഇത് നേദിച്ചു. ഇത് ഇന്നലെ വാങ്ങിയ മൺപാത്രം കേട്ടോ. ആദ്യമായിട്ട് ഇതിനകത്ത് അമ്മയ്ക്കാണ് വിളമ്പി കൊടുക്കുന്നത്. അതിനൊരു ഭാഗ്യമുണ്ട് കേട്ടോ. ആ പാത്രത്തിൻ്റെ ഒരു ഭാഗ്യം നോക്കണേ. അങ്ങനെ അതിലേക്ക് ആ മൺചട്ടി കേട്ടോ, അതിലേക്ക് ഞാൻ ഇത് നേദിച്ച് അമ്മയുടെ അടുത്ത് വെച്ച് കേട്ടോ. അതായത് വിളക്ക് എത്തിക്കുന്നിടത്ത് തന്നെ കേട്ടോ വെച്ചത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷം. അതിന് ശേഷം ഞാനിത് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള അമ്മയ്ക്കും മാമനും കുട്ടികളുണ്ടായിരുന്നു, അത് അച്ചുവൊക്കെ ഉണ്ടായിരുന്നു, ആരും ഉണ്ടായിരുന്നു, അവർക്കെല്ലാം ഞാൻ കൊടുത്തു കേട്ടോ. അത് ഞാൻ ഒന്ന് കഴിച്ചു. പിന്നെ അടുപ്പിന് കൊടുത്തു കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും അടുപ്പിന് കൊടുക്കാറുണ്ട് കേട്ടോ ഇതുപോലെ. ഇത് കഴിച്ചു നോക്കി, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ കാക്ക വന്നു കേട്ടോ. ആരാണെന്നൊന്നും അറിയില്ല, ദേവിയാണോ ഒന്നും അറിയില്ല. ഞാൻ വിചാരിച്ചതുകൊണ്ട് ഗണപതിയോർക്ക് ഞാൻ എടുത്തില്ല. വിശക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കഴിച്ചോട്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവിടെ ഇരുന്നിട്ട് തിരി മാത്രം വന്നത് എടുത്തുകൊണ്ട് പോയി കേട്ടോ.
ആറ്റുകാലമ്മയുടെ പൊങ്കാലയിട്ട് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.